ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നമ്മളിതാ ഡ്രസ്സൊക്കെ മാറ്റി. ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ. ഞാൻ ആ ജീന് ഒഴിവാക്കിയിട്ട് സിഗരറ്റ് പാൻ്റ് ആക്കി. ഗ്രീൻ കളർ തന്നെ. ഞാൻ കാണിച്ചു തരാം. ആ എന്താ വെച്ചാൽ ഈ ടോപ്പ് ഞാൻ ഇന്നലെ ഷെയ്പ്പാക്കിയിട്ടാണ് ഊരിയിട്ട് ഊരിയിട്ട് ഷെയ്പ്പാക്കി. അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ ജീനിട്ട് നോക്കിയപ്പോൾ ഭയങ്കര ടൈറ്റ് വയറിൻ്റെ ഭാഗത്തേക്ക്. ഹൈ വേസ്റ്റ് ആയിട്ടുള്ള ഇലാസ്റ്റിക് വരുന്നൊരു ടൈപ്പ് ജീനാണ്. അപ്പോൾ ഭയങ്കര ടൈറ്റ്. അപ്പോൾ ഞാൻ ശ്വാസം മുട്ടുന്ന മാതിരി തോന്നിയപ്പോൾ ഞാനത് ഒഴിവാക്കി കഴിച്ചു. അപ്പോൾ ഞങ്ങൾ മാറ്റിയിട്ടാ. അമ്മ, അച്ഛൻ, മോൻ ഞങ്ങളെല്ലാവരും മാറ്റി. അവർ ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് 8:15 ബസ്സുള്ളത് കഴിച്ചു. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ബസ് കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിട്ടുള്ള ഡ്രസ്സ് ഇതാണ് കേട്ടോ. ജീന് മാറ്റിയിട്ട് ഈ ഒരു പാൻറ്റാണ് ഇട്ടുള്ളത്. എൻ്റെ ക്യാമറ മേനോനാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഗൈസ്, ഫൈനലി നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആരും അങ്ങനെ കയറാനൊന്നുമില്ല. ബസ് പോയിട്ടില്ല എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അച്ഛൻ വന്നിട്ടില്ല. അച്ഛൻ ഇപ്പോൾ എത്തും. വെയിറ്റിംഗ് ഫോർ ദി ബസ്. ഹലോ ഗൈസ്, നമുക്ക് ബസ് ഇപ്പം ഇല്ല. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് കേട്ടോ. നല്ല വെയിലാണ്. ഒരു വെയിലാണ്. അയ്യോ, അപ്പോൾ നമുക്ക് അവിടെ ചിലപ്പുറത്ത് പോയിട്ട് അവിടുന്ന് ഓട്ടോ കിട്ടുകയാണെങ്കിൽ അങ്ങനെ പോകാം. ഇത് നമ്മൾ നടന്നു പോകുന്ന വഴിയാണ് കേട്ടോ. കുറേ ദൂരം നടക്കാനുണ്ട്. അവിടുന്ന് നമ്മളൊരു വണ്ടി വിളിച്ചിട്ട് കക്കോടി പോയി ഇറങ്ങി അവിടുന്ന് ഒരു ബസ്സിൽ കയറിയിട്ട് പുതിയ സ്റ്റാൻഡ് വന്ന് ഇറങ്ങി. അവിടെ നിന്നാണ് നമ്മൾ ചായ കുടിച്ചത്. സമോസയും ചായ വാങ്ങി. പിന്നെ നമ്മൾ കുറച്ച് പലഹാരവും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നൂടെടാ. ഗൈസ്, ഇതാണ് എൻ്റെ അനിയൻ ബാവ. ഇപ്പം കണ്ടതല്ല, അതെൻ്റെ അച്ഛനാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഹോൾസെയിൽ ഷോപ്പിൽ കയറിയിട്ട് കുറച്ചധികം സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി. ഹൽവയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വാങ്ങി. ഇപ്പം നിങ്ങൾ കാണുന്ന ആ ഒരു ഏരിയ ഇല്ലേ, അത് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് നിന്നിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അന്ന് തീപിടുത്തം ഉണ്ടായില്ലേ, ആ ഒരു ഏരിയ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറ്റ്യാടി ബസ്സിൽ കയറി. ഗൈസ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പുഴ കണ്ടോ? ഈ ഒരു പുഴ നമ്മുടെ വീടിൻ്റെ താഴെ കൂടെ പോകുന്ന ആ ഒരു ഒളോപ്പുഴ അകലപ്പുഴ ഇല്ലേ, അതിൻ്റെ ഭാഗമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരത്തെ ചായ കുടിക്കുന്ന സമയത്ത് അവിടുന്ന് 2 സമൂസ ഞാൻ പാർസൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തിട്ട് നമ്മളെല്ലാവരും കഴിച്ചു. ആ ഗ്യാപ്പിൽ ഞാൻ വാവേനെ നോക്കിയപ്പോൾ വാവ കിടന്നുറങ്ങുകയായിരുന്നു ഗൈസ്. കാരണം ഇവൻ്റെ രാത്രി ഫുൾ ടൈം PUBG കളിച്ച് രാവിലെയാണ് അവൻ കിടന്നുറങ്ങുക. ആ ഉറക്കമാണ് ഇപ്പോൾ അവൻ ഉറങ്ങി തീർക്കുന്നത് ബസ്സിലിരുന്നിട്ട്. അങ്ങനെ ഞാനും അമ്മയും മോനും ഞങ്ങൾ 3 കഴിച്ചത്. ബാക്കി എല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ട് വന്നതാണ്. നമ്മളാണ് എംപ്റ്റി സ്റ്റൊമക്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ എംപ്റ്റി സ്റ്റൊമക്ക് എന്ന് പറയാനല്ലേ, നമ്മൾ ചെറുതായിട്ട് ലൈറ്റായിട്ടൊരു ചായയും സമൂസയും കഴിച്ചു. പക്ഷേ എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ കേട്ടോ. ഞാനൊരു വട കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അമ്മയും മോനും പകുതി മതി എന്നിട്ട് അവരങ്ങനെ എടുത്ത്. വാവ നല്ല ഉറക്കമാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ യാത്ര അങ്ങോട്ടേക്ക് നീണ്ടു പോകുന്നതിനനുസരിച്ച് അമ്മ ഉറങ്ങി, ആദ്യമോനും ഉറങ്ങി, വാവയും ഉറങ്ങി. ഞാൻ മാത്രം പോസ്റ്റായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ കുറേ ദൂരം പോയപ്പോൾ ഉള്ളീരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ നമ്മൾ കടല വാങ്ങി. ഇതിപ്പോൾ പേരാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ നിന്നും നമുക്ക് പോകാനുണ്ട്. ഏകദേശം വടകര അടുത്ത് ആണ് നമുക്ക് എത്താനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കുറ്റ്യാടി എത്തി. ഞാൻ വലിയ കാര്യത്തിന് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും റെക്കോർഡായിട്ടില്ല വോയിസ്. പിന്നെ അതുമാത്രമല്ല, അവിടുന്ന് നമ്മളെ നാട്ടിൽ നിന്ന് മാറ്റി പുറപ്പെട്ടൊക്കെ വന്ന് ഇവിടെ എത്താൻ നേരത്തുള്ള കോലം നിങ്ങൾ കണ്ടോ ഗൈസ്? മുടി കണ്ടോ? ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളവിടെ എത്തിയിട്ടുള്ളത്. അവിടെ കുറ്റ്യാടി ബസ് ഇറങ്ങി അവിടെ നമ്മൾ വീണ്ടും വേറൊരു ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഈ ബസ് യാത്ര അടിപൊളിയായിരുന്നു ഗൈസ്, വളരെ അടിപൊളിയായിരുന്നു. ഓ ഗോഡ്, നമ്മുടെ കയ്യിലുള്ള ഹൽവ, എൻ്റെ കയ്യിൽ ഒരു 7 കിലോ ഹൽവ ഉണ്ടായിരുന്നു. വാവേൻ്റെ കയ്യിൽ ഒരു 7 കിലോ ഹൽവ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ടോട്ടൽ 14 കിലോ ഹൽവ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അല്ലറ ചില്ലറ വേറെയും കുറേ പലഹാരങ്ങളുണ്ട്. ഈ വെയിറ്റുള്ള സാധനം ഞങ്ങളുടെ കയ്യിലായിരുന്നു. സീറ്റ് കിട്ടി, ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ സീറ്റ് കിട്ടിയിട്ടാണ് നമ്മൾ ഇരുന്നിട്ടാണ് പോകുന്നത്. പക്ഷേ നമുക്ക് സ്ഥലം കറക്റ്റ് അറിയില്ല. ഞാൻ ഇരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിലാണ് ശ്രുതീൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള അമ്പലം. അത് കണ്ടാലേ എനിക്ക് ഇറങ്ങാനുള്ള സ്ഥലം അറിയുള്ളൂ. പിന്നെ നമ്മൾ കണ്ടക്ടറോട് പറഞ്ഞ് അവിടെ ഇറങ്ങാൻ നേരത്ത് ബസ് ആ വളവിൽ കൊണ്ട് നിർത്തിയപ്പോൾ ഞങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ഞങ്ങൾക്ക് വണ്ടി കിട്ടിയില്ല. ബസ് ഇറങ്ങിയിട്ട് നമ്മൾ നടന്ന് കേട്ടോ. അത് നമ്മളെ വീട്ടിൻ്റെ താഴെ ഭാഗത്തുള്ളൊരു കനാലാണ്. അപ്പോൾ നമ്മൾ അവിടെ കുറേ നേരം നിന്ന്. പിന്നെ അവിടുന്ന് നമുക്ക് കുറച്ച് സാധനം വാങ്ങിക്കാണ്ടായിരുന്നു. മറ്റേ പഴത്തിൻ്റേതില്ലേ, ഈ തൂക്കിയിട്ട് അങ്ങനെയാണ് ശരിക്കും കൊണ്ടുപോകുക. പക്ഷെ നമുക്ക് പിടിക്കാൻ ആളുകളില്ലാത്തത് കാരണം നമ്മൾ ഇതേപോലെ ബോക്സിലാക്കിയിട്ടോ.
പഴം അങ്ങനെയൊക്കെ. ഇനി ഇതും താങ്ങി പിടിച്ചിട്ട് നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പാടി പാടി ആസ്വദിച്ച് നടക്കാം. ഈ മരത്തിൻ്റെ മേലെ മൊത്തം മറ്റേ ബബ്ലൂസ് നാരങ്ങയില്ലേ, അച്ചാറിടുന്ന ആ സാധനമാണ് കേട്ടോ. കാണൂല, ക്ലിയർ ഇല്ല. അപ്പോൾ ഈ ഒരു കയറ്റം കയറി കഴിഞ്ഞാൽ നമ്മൾ ശ്രുതിയുടെ വീട്ടിൽ എത്തുകയാണ് ഗൈസ്. മാമി ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാമീനെ ഉന്തിത്തള്ളി മുന്നോട്ടേക്ക് ആക്കുന്നുണ്ട് വാവ. അപ്പോൾ നമ്മൾ ശ്രുതിൻ്റെ വീട്ടിലെത്തിയിട്ടോ. കുറച്ച് ഞാൻ അധികം പ്രൈവസി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. ഞാനിപ്പോൾ ഊഞ്ഞാലാടിക്കൊണ്ടാണ് ചായ കുടിക്കുന്നത്. ബാക്കി എല്ലാവരും ഇരുന്നിട്ടാണ്. ഞാൻ പിന്നെ മുൻപേ പോയതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ടും വലിയ കമ്പനി ആയതുകൊണ്ട് അത്ര വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ അവിടെ എല്ലാവരുമായിട്ടും അടുക്കളയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് സഹായിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്ന ആളായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇരിക്കണം വലിയ നിർബന്ധമില്ല. ഞാൻ അവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ടും നിന്നിട്ടൊക്കെ ഭക്ഷണം കഴിക്കുന്നതാണ്. എല്ലാവരും ഇരുന്നപ്പോഴും ഞാൻ ഊഞ്ഞാലാടിയിരിക്കരുത് കേട്ടോ. അപ്പോൾ ആ വാവ എന്നെ കുറേ നേരം കാത്തു നിന്നു. ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്, ബിരിയാണി. ഏറ്റവും ലാസ്റ്റ് ഇരുന്ന ആളായതുകൊണ്ട് തന്നെ വാവ കുറേ നേരം എന്നെ വെയിറ്റ് ചെയ്ത് നിന്നു. കുറേ നേരം റെസ്റ്റ് കൊടുത്തിട്ട് 4:30 5 മണിയായപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പം നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞു. എടാ കോപ്പിറൈറ്റ് ഇട്ടടാ, സൗണ്ട് പാട്ടോ. ഞങ്ങളങ്ങനെ തിരിച്ച് പുരയിലേക്ക് പോവാണ്. പുരയിലേക്കല്ല, വീട്ടിലേക്ക് ഗൈസ്. വീടാണ്. അങ്ങനെ ഗൈസ് നമ്മൾ അവിടുന്ന് ബസ് കയറി കുറ്റ്യാടി ഇറങ്ങി. കുറ്റ്യാടിയിൽ നിന്നാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ കാണുന്നത്. നമ്മൾ അവിടുന്ന് കയറിയ ബസ്സൊന്നും ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ നിന്നിട്ടാണ് കുറ്റ്യാടി വരെ എത്തിയത്. കുറ്റ്യാടിയിൽ നമ്മൾ ബസ് കയറി. വാവ ഉണ്ടായിരുന്നു കൂടെ. വാവേൻ്റെ ലേഡീസ് സീറ്റാണെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരാളെ ഇറക്കി വിട്ടു. അങ്ങനെ ഏറ്റവും ബാക്കിൽ കൊണ്ടുപോയിട്ട് കണ്ടക്ടർ കൊണ്ടുപോയി ഇരുത്തിയിട്ടോ. കുറേ നേരം ഇരിക്കാമല്ലേ, നമുക്ക് കോഴിക്കോട് എത്താനുള്ളതല്ലേ. അങ്ങനെ നീണ്ട യാത്രയിൽ വീണ്ടും എല്ലാവരും ഉറങ്ങി. ഈ സമയത്തൊക്കെ ഞാനിങ്ങനെ ഇപ്പം ഛർദ്ദിക്കും എന്നുള്ള മട്ടിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വീടിൻ്റെ അതിലൂടെ ഒഴുകുന്ന പുഴേൻ്റെ ബാക്കി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു ഗൈസ്. ബാക്കി ഞാൻ പറഞ്ഞു തരാം ഗൈസ്. ഇത് നമ്മൾ ഇന്നലെ വാങ്ങിയിട്ടുള്ള സാധനമാണ് കേട്ടോ. പേടയാണ്. നമ്മൾ ഇന്നലെ ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ടില്ലായിരുന്നോ ഹൽവ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, അവിടുന്ന് വാങ്ങിയതാണ്. അറ്റ്ലീസ്റ്റ് ഇത് ഇത്രയുമായി. പിന്നെ വാങ്ങിയിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു സാധനം കേട്ടോ. പിന്നെ കവറ് പോയിപ്പോയി. ഇതിനൊരു പാത്രത്തിലേക്ക് ആക്കി മാറ്റി വെക്കണം. കണ്ടോ, ഇത് കൽക്കണ്ടല്ല, ഇതാണ് ആഗ്ര പേട എന്ന് പറയുന്ന സാധനം. പണ്ട് ഇത് മാമൻ കൊണ്ടുത്തരുമായിരുന്നു കേട്ടോ. മാമൻ ട്രിവാൻഡ്രത്ത് വരുന്ന സമയത്ത് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതിൽ ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിയതാണ്. പക്ഷെ ഇത് ഇത്രയും ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഗൈസ്. ഇത് കുറേ ഉണ്ട്. ഈ ഒരു പീസ് പോലും നമുക്ക് മുഴുവൻ കഴിക്കാൻ പറ്റില്ല. പണ്ട് ഇത്രയും മധുരം ഇതിനുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടാണ്. പണ്ട് ഇത്രയും മധുരം ഇല്ലായിരുന്നു തോന്നുന്നത്. ഇതിൻ്റെ ഈ ഒരു ചെറിയൊരു പീസില്ലേ, ഞാൻ ഇപ്പോൾ പൊട്ടിച്ച് കാണിച്ചു തരാം. ഈ ഒരു ചെറിയ പീസ് കഴിച്ചാൽ തന്നെ തലയ്ക്ക് മത്ത് പിടിക്കുന്നു. അത്രമാത്രം മധുരമുണ്ട്. ഇത് സംഭവം എന്താ, മറ്റേ കുമ്പളല്ലേ, കുമ്പളങ്ങ, കുമ്പളം വെച്ചിട്ടുണ്ടാക്കുന്ന സാധനമാണ് ഈ ആഗ്ര പേട എന്ന് പറയുന്നത്. പഞ്ചസാര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ കിലോ പഞ്ചസാര ഇട്ടിട്ടുള്ള മധുരം തന്നെ ഈ ഒരു ചെറിയ പീസിൽ മാത്രമായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ കവറിലുള്ള ആഗ്ര പേട മൊത്തം ഞങ്ങളിങ്ങനെ കഴിച്ച് തീർക്കുമ്പോൾ എന്നാണ് ആലോചിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും കൂട്ടിയിട്ടൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കുകയാണ് പുട്ടിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഗൈസ്. ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നലെ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നല്ല വൈകിട്ടൊന്നുമില്ല കേട്ടോ. നമ്മളൊരു 6:30 ആവുന്ന സമയത്ത് വീട്ടിലെത്തി. പിന്നെ നമ്മളില്ലേ കുറ്റ്യാടിയിൽ നിന്ന് ബസ് കയറിയില്ലേ, ഏകദേശം നമ്മൾ ഇറങ്ങാനുള്ള ആ ഒരു സ്ഥലം എത്തുമ്പോഴേക്ക് തന്നെ ഞാൻ ഏകദേശം സൈഡായിട്ടാണ്. കാരണം അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാനൊന്നും ഉറങ്ങുക അങ്ങനെയൊന്നും ചെയ്തില്ല. തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് ഉറങ്ങിയില്ല. കുറച്ച് നേരം ഞാനിങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ സമയത്ത് ചെറുതായിട്ടൊരു മയക്കം വന്നു. അപ്പോഴാണ് ആദ്യമോന് നല്ലോണം കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കിടന്ന് നേരെ മടിയിലേക്ക് ഇങ്ങനെ മലർന്ന് നിവർന്ന് കിടന്ന്. ആ സമയത്ത് ഇവനെ പിടിക്കണമല്ലോ, വിട്ടുപോയാൽ താഴെ എത്തൂലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉറങ്ങിയില്ല ഗൈസ്. പക്ഷെ നമ്മൾ ഇറങ്ങാനുള്ള ആ സ്റ്റോപ്പില്ലേ, അതിൻ്റെ കുറച്ച് സ്ഥലം എത്തിയപ്പോഴേക്ക് എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടെൻഡൻസി ഇങ്ങനെ വരിക. എനിക്ക് അങ്ങനെ ഉണ്ടാവില്ല സാധാരണ. എത്ര ദൂരം വേണമെങ്കിലും ഞാൻ വണ്ടിയിലിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടാവാറില്ല. എനിക്ക് തോന്നുന്നു
ചിലപ്പോൾ ഗ്യാസ് നിറഞ്ഞതിനോണ്ടായിരിക്കും കേട്ടോ വയറിൽ. കാരണം രാവിലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോകുന്ന സമയത്തില്ലേ, നമ്മൾ രാവിലെ ചായയും ബ്രെഡും വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പോയത് ഇവിടുന്ന് വെറും ചായ മാത്രം കുടിച്ചിട്ടാണ്, ബ്രെഡ് അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ നമ്മൾ പുതിയ സ്റ്റാൻഡ് എത്തിയതിനു ശേഷമാണ് ചായയും ഒരു സമൂസ അത് കഴിച്ചത്. പിന്നെ നമ്മൾ കുറേ പിന്നെയും കുറേ സമയം കഴിഞ്ഞ് 10:30 10:45 ആയപ്പോഴാണ് നമ്മൾ ബസ്സിൽ കയറിയതിട്ട് എല്ലാവരും വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട്. ആ ഗ്യാപ്പിൽ ശരിക്കും നമുക്ക് നല്ലോണം ചായ കുടിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. നമ്മൾ ചായ കുടിച്ചില്ല. ആ ഒരു സമൂസയിലും ആ ഒരു ചായയിലും നമ്മൾ ഒതുക്കുകയാണ് ചെയ്തത്. ചിലപ്പം അതുകൊണ്ടായിരിക്കാം, എന്താണെന്നറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വന്നുപോയി. പിന്നെ നമ്മൾ ബസ് ഇറങ്ങി നമ്മുടെ വീട്ടിൻ്റെ ഭാഗത്തേക്കുള്ള ബസ് കിട്ടുന്ന സ്ഥലമില്ലേ, അവിടേക്ക് കുറച്ച് നടക്കാനുണ്ട്. അവിടേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ റൂട്ടല്ല എന്നാലും പകുതി വരെ, കക്കോടി വരെ എത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന ബസ്സുണ്ട്, ചെറുകുളം ബസ്. അതിൽ കയറി കക്കോടി ഇറങ്ങി. പിന്നെ അവിടുന്ന് നമ്മൾ ചായ കുടിച്ച്, ചായയും പിന്നെ കേസരി, ഇങ്ങനെ സ്ക്വയറിലുള്ളൊരു സാധനം, ഈ വെർമിസെല്ലില്ലേ, എന്താ സേമിയം വെച്ചിട്ടുണ്ടാക്കുന്ന കേസരി, അതും കഴിച്ചിട്ട്. പക്ഷെ എനിക്ക് അതൊന്നും പോകുന്നില്ല. ഞാൻ കുത്തിക്കൊള്ളിച്ചതാണ് ഞാനത്. എന്തൊക്കെയോ ഒരു വല്ലാത്ത അസ്വസ്ഥത, ചായ കുടിച്ചിട്ടും വല്ലാത്തൊരു അസ്വസ്ഥത കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് വീട്ടിൽ വന്നതിന് ശേഷമാണ് കുറച്ചൊന്ന് ഓക്കെ ആയത്. എനിക്ക് തോന്നുന്നു അതിങ്ങനെ വണ്ടിയിൽ ഇരുന്നിട്ട് എനിക്കിതുവരെ വന്നിട്ടില്ല, എന്താണെന്നറിയില്ല. എന്തായാലും നമ്മൾ വീട്ടിൽ വന്നേരം പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡില്ലായിരുന്നു. അതാണ് സംഭവം. വന്നു. പിന്നെ നമ്മൾ പാർസൽ പൊറോട്ടയും മീൻകറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു, ചായ കുടിച്ചു, കിടന്നുറങ്ങി. അതാണ് ഇന്നലെ സംഭവിച്ചത്. പിന്നെ നമ്മളെ വീഡിയോ ഞാൻ അത്ര ലെങ്തി ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം അവിടെ അവരെ റിലേറ്റീവ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അപ്പോൾ പ്രൈവസി നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ കുറച്ച് ക്ലിപ്പിങ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഗൈസ്. ഓക്കെ. അപ്പോൾ ഇന്നലത്തെ അമ്മ കാഴ്ച എന്ന് പറയാം. അമ്മ ആദ്യമായിട്ട് പോയ ഒരു ചെറിയൊരു ചടങ്ങ്, വലിയ ഗ്രാൻഡ് പരിപാടിയായിട്ട് നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പോൾ ചെറിയൊരു ഫങ്ഷനാണ്. ആക്ച്വലി ഇങ്ങനെ അല്ല, ഒരുപാട് സാധനങ്ങൾ ഇനിയും കൊണ്ടുപോകും കേട്ടോ. നമ്മൾ കുറച്ച് ആളുകളെ പോകുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെറിയൊരു പരിപാടി ആക്കിയിട്ട് സംഭവം സെറ്റ് ചെയ്തത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരുപാട് ആ ഫുഡ് മൊത്തം അവരെ റിലേറ്റീവ്സാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. സന്തോഷമായി. അപ്പോൾ ഹാപ്പി ആയിട്ട് എല്ലാ പരിപാടിയും നല്ല ശുഭമായിട്ട് അവസാനിച്ചു. ഓക്കെ. അപ്പോൾ ഇന്നലെ സംഭവിച്ചത് അതൊക്കെ തന്നെയാണ്. പിന്നെന്താ, പിന്നെ നമ്മൾ വീട്ടിലേക്ക് ഞാൻ ആ ഹൽവേൻ്റെ ഹോൾസെയിൽ ഷോപ്പ് പോയില്ലേ, അവിടെ പോയ സമയത്ത് പേടയും പിന്നെ വേറെ സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അത് വാങ്ങിക്കുന്ന സമയത്ത് മറ്റേ ഒരു കൽക്കണ്ടം പോലത്തെ ഒരു സാധനമുണ്ട്, ആഗ്ര പേട എന്നാണ് അതിൻ്റെ പേര് പറഞ്ഞത്. അത് വാങ്ങിയിട്ട് അത് വന്നിട്ട് നമ്മളെ കുമ്പളം അതിൻ്റെ നീരെടുത്തിട്ട് നമ്മളെ പഞ്ചസാരയിൽ മുക്കി വെച്ച് എന്തോ കാട്ടുന്നതാണ്. എൻ്റെ പൊന്നോ, ഒരു ചെറിയ പീസ് കഴിച്ച് ബസ്സിൽ നിന്ന് ഞാൻ എടുത്ത് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് തല പോയി. അത്രയ്ക്ക് മധുരമാണ്. എൻ്റെ അപ്പോൾ എങ്ങനെയാണ് അത് മുഴുവൻ കഴിക്കാതെ ഞാൻ അല്ലെങ്കിൽ 100 രൂപയ്ക്ക് ഞാൻ വാങ്ങി വെറുതെ. നമുക്ക് അതായത് പുട്ടിലൊക്കെ ഞാൻ കൂട്ടില്ല, ഇവരാരെങ്കിലുമൊക്കെ കൂട്ടി എങ്ങനെയെങ്കിലും അത് തീർക്കണം. തീർക്കാതെ പറ്റൂലല്ലോ. അപ്പോൾ അത്രയൊക്കെയാണ് ഗൈസ് ഇന്നലെ സംഭവിച്ചത്. അപ്പോൾ നമ്മുടെ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ മെയിൻ ചാനൽ വേറെ ഉണ്ട്, വ്ളോഗ് ചാനലല്ല, ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ട്, സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടൊക്കെ അതിൻ്റെ എന്താ പറയുക, ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. ഓക്കെ. അതും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഈ ചാനലിൽ നമ്മൾ കുറച്ച് വ്ളോഗ്സും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ചലഞ്ചസ് വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാനിങ്ങനെ ഓരോ ഗ്യാപ്പിന് ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.